പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കോഴിക്കോട് നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച രാഹുൽ വിവാഹ തട്ടിപ്പുകാരൻ. നേരത്തെ 2 വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തിയതിന് തെളിവ്. സ്ത്രീധനം ആവശ്യപ്പെട്ടല്ല മർദ്ദിച്ചതെന്ന് രാഹുലിന്റെ അമ്മ. ഒളിവിലുള്ള രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ്. പോലീസിന്റെ മൂക്കിന് താഴെ ഗുണ്ടകളുടെ വിളയാട്ടം. തുറസായ സ്ഥലത്ത് നടന്ന ഗുണ്ടാ പാർട്ടിയിൽ കാപ്പ പ്രതികളുമുണ്ടെന്ന സംശയത്തിൽ പോലീസ്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുടെ ചുവട് പിടിച്ച് സംസ്ഥാനമാകെ ഗുണ്ടകൾക്കായി റെയ്ഡ്. തിരുവനന്തപുരം വെള്ളകടയിൽ വീടിനു നേരെ ആക്രമണം. നാട് ഗുണ്ടകളുടെ നിയന്ത്രണത്തിലെന്ന് വി.ഡി. സതീശൻ. കാസർഗോഡ് ഉറക്കത്തിലായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച. കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടി ചികിത്സയിൽ. കവർച്ചക്കാരെ കണ്ടെത്താനാകാതെ പോലീസ്. LDF-ൽ ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് ജോസ് കെ മാണിയെ ഉപദേശിച്ച് കോൺഗ്രസ് മുഖപത്രം. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് CPM കൊടുക്കില്ലെന്ന് വീക്ഷണം. ലേഖനത്തിലൂടെ കേരള കോൺഗ്രസിന് UDF-ലേക്ക് ക്ഷണം. ചർച്ചയ്ക്കായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സതീശൻ. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗിൽ പരാതിയുമായി സോളാർ വൈദ്യുതി ഉൽപാദകർ. ബില്ലിംഗ് സുതാര്യമാക്കണമെന്ന ആവശ്യം. പൊതുജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടേ മാറ്റമുണ്ടാവൂവെന്ന് കമ്മീഷന്റെ ഉറപ്പ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ മാറ്റം. സിംഗപ്പൂർ സന്ദർശനം ചുരുക്കി. മുഖ്യമന്ത്രി ദുബായിലെത്തി. ഓൺലൈൻ മന്ത്രിസഭാ യോഗം ചേർന്നു. കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിലെ പ്രതിയായ ഭർത്താവ് രാഹുലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് കൂടുതലായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ യുവതികൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് രാഹുൽ ഒരു വിവാഹ തട്ടിപ്പുകാരൻ ആയിരുന്നുവെന്നാണ്. നേരത്തെയും വിവാഹ രജിസ്ട്രേഷൻ നടത്തിയതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോട്ടയത്ത് പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തു. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത്. കല്യാണത്തിന് മുൻപ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. കുടുംബാംഗങ്ങളെ പണത്തിനായി സമ്മർദ്ദം ചെലുത്തിയതോടെ ഗുരുവായൂരിൽ നടക്കേണ്ട വിവാഹ ചടങ്ങിൽ നിന്ന് കുടുംബം പിന്മാറുകയായിരുന്നു. പൂഞ്ഞാറിലെ ഒരു യുവതിയെയും രാഹുൽ ഈ തരത്തിൽ പറ്റിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ മറച്ചുവെച്ചാണ് പറവൂരിലെ പെൺകുട്ടിയെ രാഹുൽ വിവാഹം കഴിച്ചത്. രാഹുൽ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ അമ്മയും പറഞ്ഞു. അമ്മയും സഹോദരിയും ഇതിന്റെ ഫോട്ടോ എടുത്തുവെന്നും പെൺകുട്ടിയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. പുതിയ അന്വേഷണ സംഘത്തെ കേസ് ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും നീതി കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ അച്ഛനും പ്രതികരിച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ഇന്നലെ മോൾ എന്നോട് പറഞ്ഞു എന്നുവെച്ചാൽ അവൾ ഒന്നാമത്തെ കാര്യം അവൾക്ക് കറക്റ്റ് ഒരു ഇതിലോട്ട് വന്നിട്ടില്ല. അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ ആരും അറിയാത്തൊരു കാര്യം ഞാൻ അമ്മനോട് പറയട്ടെ. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാഹുലേട്ടൻ്റെ അമ്മയും കൂടി നിർബന്ധിപ്പിച്ച് ബിയർ കുടിപ്പിച്ചു. എന്നിട്ട് രാജേഷിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവനത് ഒഴിച്ചു കൊടുത്തില്ല. വേറൊരു ദിവസം സിഗരറ്റ് വലിപ്പിച്ചിട്ട് അതും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇന്നേ വരെ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പലരോട് ചോദിച്ചു ഇത് പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന്, നാളെ ചിലപ്പോൾ വരാൻ പോണത് മോള് മയക്കുമരുന്നും ബിയറൊക്കെ കഴിച്ചതിൻ്റെ പേരിലാണ് ഇടിച്ചതെന്ന് പറയുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയും കൂടി അവർ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ഭാഗ്യം. നാളെ 1 മാസം എൻ്റെ മകൾ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായിട്ട് അവളുടെ ജീവിതം പോകുമായിരുന്നു. ഇവന് ഇതിക്ക് മുമ്പും പല പെൺകുട്ടികളെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 12-ാം തീയതി ഇവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അടുക്കടാളം ചടങ്ങുമായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാക്കിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവന് ഒരു ഫ്രോഡാണെന്നും പിന്നെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണെന്നും അതിൻ്റെ ബിസിനസ് തന്നെ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പോൾ ഇവള് തിരുവനന്തപുരത്തെ ടാറ്റ ലെക്സി എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തത്.
അപ്പോൾ അവിടെ 10,000-3000 ആളുകളുണ്ട്. ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഇതിക്ക് മുമ്പ് കല്യാണക്കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രാത്രിയിൽ ഏതോ ഒരാൾ ഈ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ ഇതിൽ വന്നു. അത് ഇവനോടൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ എന്ന് വെച്ചാൽ മദ്യലഹരിയിലാണല്ലോ. അപ്പോൾ ഈ ഇത്തരം ആളുകളായിട്ട് ഇവൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പിന്നീട് അവൻ എടുക്കുന്നത്. അവനൊരു സംശയരോഗിയായിട്ടാണ്. ആ സംശയരോഗിക്ക് ഈ മദ്യലഹരിയിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പിടിപാടില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കുടുംബം ആദ്യം പരാതി ഉന്നയിച്ചപ്പോൾ പോലീസിൽ നിന്ന് വീഴ്ചയുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇക്കാര്യം മാതാപിതാക്കൾ പറഞ്ഞിരുന്നു, യുവതിയും ഇക്കാര്യം പറഞ്ഞിരുന്നു. പെൺകുട്ടി ഗുരുതരമായ ഗാർഹിക പീഡനത്തിന് ഇരയായെന്ന് വനിതാ കമ്മീഷന് കിട്ടിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യം വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ് പറഞ്ഞത്. പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റം പരാതിയിൽ യുവതി പറയുന്നുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിനും സേനയ്ക്കും അപമാനമാണെന്നും പി സതീദേവി പറഞ്ഞു. അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പീഡനത്തിന്, ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത്. പരാതി ലഭ്യമായ ഉടനെ തന്നെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ SHO ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 498A പ്രകാരമുള്ള 498A IPC അതുപോലെ 323 IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച്, SHOന്റെ സമീപനത്തെക്കുറിച്ച് ഉള്ള ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഈ പെൺകുട്ടിയെ പരിക്കുപറ്റുകയും മദ്യലഹരിയിലാണ് ഈ ഭർത്താവ് ഫോണിന്റെ ചാർജറിന്റെ വയർ കേബിൾ കൊണ്ട് കഴുത്ത് മുറുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റിക്കും മറ്റും കൈകൊണ്ട് കുത്തിയതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ പീഡനമേറ്റിട്ടുള്ള നിലയിലാണ് ആ പെൺകുട്ടിയുടെ ചിത്രം ഞങ്ങൾക്ക് മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഓഫീസറെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവരെ അദ്ദേഹത്തെ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. നല്ല രൂപത്തിലുള്ള നടപടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസ് നല്ല നിലക്കുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിലാണ് ഒരു പെൺകുട്ടിക്ക് ഇത്രയും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഭർതൃഗൃഹത്തിൽ നിന്ന് പീഡനം ഏൽക്കുന്ന സമയത്ത് അത് സർവം സഹകളായിട്ട് സ്ത്രീകൾ നിന്ന് സഹിച്ചുകൊള്ളണം എന്നുള്ള ഈ സമൂഹത്തിന്റെ മനോഭാവം തന്നെയാണ് മാറേണ്ടതായിട്ടുള്ളത്. പോലീസിന് തുടക്കത്തിൽ വീഴ്ച പറ്റി എന്നുള്ള കാര്യം വനിതാ കമ്മീഷൻ അധ്യക്ഷയും സമ്മതിക്കുകയാണ്. അതിനാൽ തന്നെ ഇതിന്മേൽ നടപടിയെടുത്തിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറയുന്നു. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. തുടക്കത്തിൽ കൊലപാതക ശ്രമത്തിന് കേസെടുക്കുവാൻ വിസമ്മതിച്ചിരുന്നതാണ് പോലീസ്. പക്ഷേ ഇപ്പോൾ കൊലപാതക ശ്രമത്തിനും രാഹുലിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുലിന് പക്ഷേ മുങ്ങുന്നതിനുള്ള അവസരം കിട്ടി. പോലീസിന്റെ മെല്ലെപ്പോക്ക് കാരണം രാഹുൽ കോഴിക്കോട് വിട്ടു പോയിട്ടില്ല എന്നാണ് രാഹുലിന്റെ അമ്മ പറയുന്നത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണ് പോലീസ്. ഇപ്പോൾ രാഹുലിനെ തുടക്കത്തിൽ രക്ഷപ്പെടുവാനുള്ള അവസരം പോലീസിന്റെ മെല്ലെപ്പോക്ക് കൂടെ ആയിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. മറ്റു വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും നൽകും. അനീഷ്, ഇപ്പോൾ ഈ രാഹുലിന്റെ അമ്മ പറയുന്നത് കോഴിക്കോട് വിട്ടു പോയിട്ടില്ല എന്നാണ്. പക്ഷേ രാഹുലിനെ കണ്ടെത്തുവാൻ എന്താണ് പോലീസിന് ഇപ്പോൾ വിഷമമായിട്ടുള്ളത്? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്?
നേരത്തെ തന്നെ പോലീസ് ഈ കേസിൽ ഒരു മെല്ലപ്പോക്ക് നയം കാണിക്കുന്നതായി ഈ യുവതിയും പരാതിക്കാരിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അന്വേഷണ ചുമതല ഫറൂഖ് ACPക്ക് നൽകിയത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ വധശ്രമ കേസും ഒപ്പം സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസും രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ആ നടപടികൾ എടുത്തതോടുകൂടിയാണ് ഈ സ്ഥലത്ത് നിന്നും രാഹുൽ മുങ്ങിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴും അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഉടൻ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകും. കാരണം ഈ യുവതിയും കുടുംബവും ആരോപിക്കുന്നവരുള്ള കുറ്റങ്ങളൊന്നും തന്റെ മകൻ ചെയ്തിട്ടില്ല എന്നാണ് അമ്മ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കാൻ തൽക്കാലം തയ്യാറല്ല, നിയമ വശം സ്വീകരിക്കുക എന്നത് തന്നെയാണ് ചെയ്യുന്നത്. യുവതിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം, മറ്റ് ഈ തങ്ങളുമായി ഒന്നിച്ചിരുത്തി യുവതിയുടെ മൊഴി എടുക്കണം. അപ്പോൾ തങ്ങളുടെ മുഖത്ത് നോക്കി യുവതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ കഴിയും എന്ന് തങ്ങൾക്ക് അറിയണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ തൽക്കാലം പിടികൊടുക്കാതെ മാറി നിൽക്കുകയും പിന്നീട് വേണമെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജിയിലെ തീർപ്പിന് വിധേയമായി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്ന ആ സമയത്ത് കോടതിയിൽ കീഴടങ്ങുന്നതിനുള്ള നീക്കങ്ങളൊക്കെയാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസ് എന്തായാലും വലിയ വിവാദത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് കരുതുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, രാഹുലിനെ കുറിച്ച് മറ്റ് യുവതികളും പരാതിപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ രാഹുലിന്റെ അമ്മ ഒരു പരിധിവരെ സമ്മതിക്കുകയും ചെയ്യുകയാണല്ലോ അല്ലേ ഇന്ന് അവരുമായിട്ട് അനീഷ് സംസാരിച്ചപ്പോൾ? തീർച്ചയായും അതീവ ഗുരുതരമായ നിയമലംഘനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് രാഹുലിന്റെ അമ്മ കാര്യങ്ങൾ സമ്മതിക്കുന്നത്. കാരണം ഒരേ ദിവസമാണ് എറണാകുളത്തെയും കോട്ടയത്തെയും ഇടങ്ങളിൽ പോയി പെണ്ണ് കണ്ട് അതിൽ രണ്ടാമത്തെ കുട്ടിയെ, അതായത് കോട്ടയത്തെ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ഈ ഉടൻ തന്നെ ജർമ്മനിയിലേക്ക് മടങ്ങി പോകേണ്ട സാഹചര്യത്തിൽ വിവാഹ നിശ്ചയത്തോടൊപ്പം തന്നെ വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. അതായത് നിയമപരമായി അവർ ഭാര്യാഭർത്താക്കന്മാരായി മാറിയിരുന്നു. അതിനുശേഷം ബംഗളൂരുവിൽ പോയി ദിവസങ്ങളോളം താമസിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് പിന്നീട് ആ വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചത്. പക്ഷേ ഈ രാഹുലുമായി ബംഗളൂരുവിൽ താമസിച്ചപ്പോൾ തന്നെ ആ ഭാര്യയായ യുവതിക്ക് രാഹുലിന്റെ സ്വഭാവം പിടികിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളുമായുള്ള ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാണ് എന്നൊരു പക്ഷേ ആ യുവതിക്ക് മനസ്സിലായി കാണാം. അതുകൊണ്ട് തന്നെയാണ് ആ വിവാഹബന്ധം വേർപെടുത്തി അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് താലികെട്ട ചടങ്ങിലേക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ ആ വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറിയത്. പക്ഷേ അത്തരം വിവാഹബന്ധം വേർപെടുത്തിയപ്പോഴും ഒരു ഡൈവോഴ്സ്, നിയമപരമായ വിവാഹമോചനം ലഭിച്ചിട്ടില്ല. ആ സാധുവായ വിവാഹം നിലനിൽക്കെ തന്നെയാണ് രണ്ടാമത് ഈ പറവൂരിലെ യുവതിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുഭാര്യത്വം എന്ന ഒരു കുറ്റകൃത്യവും ഇയാൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തും. കാരണം നിലവിൽ തന്നെ ഇയാളുടെ ഇരകളായ പെൺകുട്ടികൾ, യുവതികൾ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ സാഹചര്യത്തിൽ ഇതുകൂടി പരിശോധിക്കും. ഒരുപക്ഷെ ആ യുവതികളെയും ക്രൂരമായ പീഡനത്തിന് അടക്കം ഈ പ്രതി ഇരയാക്കിയുവെന്നും കണ്ടെത്തേണ്ടതുണ്ട്. ശരി അനീഷ്, ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ആജ്ഞ, ഇപ്പോഴും ചികിത്സയിലാണല്ലോ യുവതി, അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ? പിന്നെ അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഈ യുവതിയുടെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ, നേരത്തെ പോലീസ് അന്വേഷണത്തിൽ അവർക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല, മോശം അനുഭവമാണ് ഉണ്ടായത്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം അത് നന്നായി തന്നെ നടക്കുന്നുണ്ട് എന്ന അഭിപ്രായമാണോ ഉള്ളത് അവർക്ക്? അതെ മഞ്ജുഷ്, ഇപ്പോഴത്തെ അതായത് ACPക്ക് ചുമതല നൽകിയുള്ള പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലും വനിതാ കമ്മീഷന്റെ ഇടപെടലും ഉണ്ടായത് ആശ്വാസമുണ്ട്. ഇതിൽ നീതി ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷയെന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും ഈ ഒരു അന്വേഷണത്തിൽ അവർ തൃപ്തരാണ് എന്നാണ്, അന്വേഷണത്തിലല്ല അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതിൽ അവർക്ക് തൃപ്തിയുണ്ട്, സംതൃപ്തിയുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാൽ പോലും പന്തീരങ്കാവ് പോലീസിന്റെ ഒരു നെല്ലപ്പൊക്ക് നയം ഉണ്ടാക്കിയ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുലിന് രക്ഷപ്പെടാനുള്ള ഇടം ഒരുക്കി കൊടുത്തു എന്നൊരു ശക്തമായ ആരോപണമുണ്ട്. അമ്മ തന്നെ പറയുന്നു ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലേക്ക് രാഹുൽ കടന്നു എന്നാണ് അവരുടെ സംശയം. അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും ഈ പെൺകുട്ടിയെ തന്നെ കള്ളു കുടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, സിഗരറ്റ് വലിപ്പിക്കുന്നത് നിർബന്ധിച്ച് സിഗരറ്റ് വലിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഈ അമ്മയും സഹോദരിയും എടുത്തു സൂക്ഷിച്ചിരുന്നു എന്നൊരു ആരോപണം കൂടി ഈ പെൺകുട്ടിയുടെ അമ്മ നമ്മളോട് പറയുന്നുണ്ട്. ഇതുവരെ മറ്റാരോടും അത് അത്തരം ഒരു സാഹചര്യം തുറന്നു പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത്രയും ഏറെ അതായത് ഈ മദ്യാസക്തിയുള്ള ഒരാളാണോ തൻ്റെ മരുമകനെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് പെൺകുട്ടി ഇങ്ങനെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് എന്ന്
അമ്മയോട് തുറന്നു പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മ നമ്മളോട് ഇങ്ങനൊരു പ്രതികരണം കൂടി നടത്തുകയുണ്ടായി. എന്തൊക്കെ ആയാലും ഇപ്പോൾ വനിതാ കമ്മീഷൻ തന്നെ പോലീസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലൂടെ ഉണ്ടായി. ഈ പന്തീരങ്കാവ് പോലീസ് ഇക്കാര്യത്തിലെടുത്ത നിലപാട് ആണ് ഈ കേസിൽ ഇത്രയധികം, അത് രാഹുലിനെ പോലെ 2 or 3 വിവാഹം കഴിച്ച ഒരാൾ, അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന എല്ലാ സദാചാര മര്യാദകളും ലംഘിച്ച് പെൺകുട്ടികളെ എങ്ങനെ കുരുക്കിലാക്കി ജീവിക്കുന്ന ഒരാൾക്ക് ഇടമൊരുക്കി കൊടുത്തത്, രക്ഷപ്പെടാൻ ഇടമൊരുക്കി കൊടുത്തത് എന്ന് വേണം പറയാൻ. നേരത്തെ എറണാകുളത്തൊരു വിവാഹ ബന്ധത്തിൽ വരെ എത്തുന്നു. അതിനുശേഷം കോട്ടയത്തെ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത ശേഷം അത് മണ്ഡപത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ആ കല്യാണം നിശ്ചയിച്ചത്. മണ്ഡപത്തിലെത്തുമ്പോൾ പെൺകുട്ടി ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് മാറുന്നു. ഇങ്ങനെ 2, 3 ഇപ്പൊ ഈ പെൺകുട്ടി കൂടിയാകുന്നു. അങ്ങനെ 3 വിവാഹ ബന്ധങ്ങൾ, നേരത്തെയുള്ളതിന്റെ വിവാഹബന്ധം വേർപെടുത്താതെ, ഡിവോഴ്സ് വാങ്ങാതെ 3ാമതൊരു വിവാഹത്തിലേക്ക് പോകുന്നു, മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് ഈ കുടുംബം നമ്മളോട് ചോദിക്കുന്നത്. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ നേരത്തെ ഇക്കാര്യത്തിൽ ഇടപെടാതിരുന്ന പോലീസിന് വലിയ തിരിച്ചടിയാണ് ഈ കേസിൽ ഉണ്ടായത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചോദിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വനിതാ കമ്മീഷനും പോലീസിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് രാഹുലിന് വേണ്ടി. പന്തീരങ്കാവിലെ പ്രതിയെ രക്ഷിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിന് തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഒരു പെൺകുട്ടിക്ക് ഇത്ര ക്രൂരമായ അനുഭവം ഉണ്ടായിട്ടും നടപടിയെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് പോലീസ് എന്നും സതീശൻ ചോദിച്ചു. പന്തീരങ്കാവിൽ ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ 5ാം നാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. കേബിൾ കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു. 5ാമത്തെ ദിവസം മാതാപിതാക്കൾ കാണാൻ വന്നപ്പോൾ കുട്ടിയെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായി. എന്നിട്ട് അവിടെ പോയി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതി കൊടുത്ത പിതാവിനെ പരിഹസിക്കുകയാണ് അവിടുത്തെ CI ചെയ്തത്. അന്ന് തന്നെ എന്റെ നിയോജകമണ്ഡലത്തിലാണ് ഈ കുട്ടി എന്നുള്ളത് കൊണ്ട് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതാണ്. എന്നിട്ടും ചെയ്തില്ല. പിന്നെ ഇന്നലെ മാധ്യമ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഒരു കേസെടുത്തത്. ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് പോലും ആ പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് ചിരിച്ചു കളിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ തോള കൈയിട്ട് പോവുകയാണ്. ഈ പിതാവിനോട് ഇങ്ങനെ മോശമായി SHO പെരുമാറിയപ്പോൾ അതിനകത്ത് നടപടിയെടുക്കണമെന്ന് പറഞ്ഞാണ്. ഇനി പ്രതി രക്ഷപ്പെട്ടാൽ കേരള പോലീസ് അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഇത്രയും ക്രൂരമായ ആക്രമണം വിവാഹത്തിന്റെ 5ാം നാൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് അതിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ പോലീസ്? കേരള പോലീസ് നേരിടുന്നത് ഈ പ്രതി അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നതാണ്. പക്ഷേ എന്നിട്ടും ഒത്തുതീർപ്പായിട്ട് പോലീസ് അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇതിന്മേലാണ് ഇപ്പോൾ പോലീസ് ആരോപണം നേരിടുന്നത്. അന്ന് കൊലപാതക ശ്രമത്തിന് കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. ഗാർഹിക പീഡന കേസ് പോലും അന്ന് ചുമത്തിയിരുന്നില്ല. അങ്ങനെ രാഹുലിന് രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയായിരുന്നു കേരള പോലീസ് ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അവിടെയും കേരള പോലീസ് മുഖം രക്ഷിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. സംസ്ഥാനത്ത് ഗുണ്ടകളുടെ വിളയാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാ ഭാഗങ്ങളിലും ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. ന്യൂസ് 18 ഇതേക്കുറിച്ചുള്ള വാർത്തകൾ തുടരെ നൽകുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുണ്ടകൾക്കായി സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ട്, ഓപ്പറേഷൻ ആഗ് എന്നീ 2 പദ്ധതികളിലൂടെയാണ് പോലീസിന്റെ ഈ പരിശോധന. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഇതേക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. ഒരു ദിവസം മാത്രമല്ല ഡി ഹണ്ട് പരിശോധനയെന്നും വ്യാപക പരിശോധന തുടരുമെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ആക്ഷന്റെ ഇന്ന് രാവിലെ നമ്മുടെ നിയമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാപ്പ 15 ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മുടെ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു. അയാളെ വീട്ടിലെ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാപ്പ വയലേഷൻ ആണ്. അയാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും കോൺട്രബാൻഡ്, അവരുടെ കയ്യിലെ ആംസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുമെങ്കിൽ അതിന്റെ നിയമ നടപടി കൂടെ ഉണ്ടാവും. ആക്ഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ഈ ഒരു ആന്റി സോഷ്യൽസിന്റെ എതിരെയുള്ള ആക്ഷൻ നമ്മുടെ സ്റ്റേറ്റ് വൈഡ് നടക്കുകയാണ്. ഗുണ്ടകൾക്ക് പോലീസിന്റെ തണൽ എന്ന ആക്ഷേപം നേരിടാനാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട്, ഓപ്പറേഷൻ ആഗ് എന്നീ പരിശോധനകൾ പോലീസ് നടത്തുന്നത്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ വ്യാപക പരിശോധനയിൽ ഏതെങ്കിലും ഗുണ്ടയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ?
ഒരാളെ മാത്രമാണ് മഞ്ജുഷ് തിരുവനന്തപുരത്ത് നിന്ന് പിടിക്കാൻ നേമം പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും. കക്കാമൂല സ്വദേശി അഖിൽ എന്ന 33-കാരനെയാണ് ഈ ആക്ട് പ്രകാരം ഇപ്പോൾ ഈ വ്യാപകമായ പരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി സംസ്ഥാന വ്യാപകമായ പരിശോധനയാണ് ഇന്ന് പുലർച്ചെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിശോധനയ്ക്ക് കാരണമായത് തിരുവനന്തപുരം കരമനയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഈ അഖിൽ എന്ന 23 വയസ്സുകാരനെ തലക്കടിച്ചും കല്ല് ശരീരത്തിലിട്ടും അതിക്രൂരമായി കൊല്ലപ്പെടുത്താനിടയായ സാഹചര്യമാണ്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന പോലീസ് വ്യാപകമാക്കിയത്. പക്ഷേ അഖിലിനെ കൊലപ്പെടുത്തിയ സംഘം 2019-ലും സമാനമായ തരത്തിൽ നിഷ്ഠൂരമായി മറ്റൊരു യുവാവിനെ കൊന്ന കേസിലെ പ്രതിയാണ് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇന്ന് ആവർത്തിക്കുകയുണ്ടായി. സ്വാഭാവികമായി പോലീസിന് ഉദ്യോഗസ്ഥരോട് ഇക്കാര്യങ്ങളിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിക്കുന്നു, ഇത്തരം സംഭവങ്ങൾ അറിയാതെ പോകുന്നു എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ പൊതുജനങ്ങൾ കൂടി തയ്യാറായാൽ മാത്രമേ പോലീസിന് പൂർണ്ണമായി ഇവരെ അമർച്ച ചെയ്യാൻ കഴിയുള്ളൂ. ബാറിലുണ്ടായ ഒരു സംഘർഷമാണ് അഖിലിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പക്ഷേ ബാർ ജീവനക്കാരോ അതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ അഖിലോ അന്ന് പോലീസിന് പരാതി നൽകിയില്ല. അതുതന്നെയാണ് ഒടുവിൽ അഖിലിന് തന്നെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്ന വിശദീകരണവുമായാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പരിശോധന ഇന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കരമനയിലുണ്ട് സംഭവം. പോലീസിന് വലിയ നാണക്കേടായ പശ്ചാത്തലത്തിലാണ് വ്യാപകമായ പരിശോധന നടക്കുന്ന ഇതേ ദിവസം തന്നെ പിന്നെ ഇന്നലെ രാത്രിയും ഒക്കെ പല സ്ഥലങ്ങളിലും ഗുണ്ട ആക്രമണം നടന്നിട്ടുണ്ടല്ലോ ഡാൻ. സ്വാഭാവികമായി ഗുണ്ട സംഘങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നു, രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് അവരെ പുറത്തിറങ്ങാൻ സഹായിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയുണ്ട്. പോലീസിന് അവർക്ക് നേരെ കർശനമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിന് വെല്ലുവിളി നേരിടുന്നത് അവരുടെ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഈ പരിശോധനകൾക്കിടയിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പേരിന് മുഖ്യം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്ന് മാത്രമേ ഇപ്പോഴുണ്ടാകുന്ന ഈ കാര്യങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയത്തുമുള്ളൂ. മജൂഷ്, ശരി ഡാൻ. എന്തായാലും ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാക്കുകയാണ് പോലീസ്. ഒരു ഗുണ്ടയെ തിരുവനന്തപുരത്ത് നിന്ന് പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാട് നീങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഗുണ്ടകൾക്ക് സ്വൈരവിഹാരം നടത്താൻ പോലീസ് സഹായം ചെയ്യുകയാണ്. ഗുണ്ടകൾക്ക് CPM രാഷ്ട്രീയ രക്ഷകത്വം നൽകുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ നാട്. ലഹരി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനം നിയന്ത്രിക്കുന്നത്. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. 1880ഓളം ഗുണ്ടകൾ ഉണ്ട് എന്നുള്ള കണക്കെടുത്തിട്ട് ആ ഗുണ്ടകൾക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ നേരത്തെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. പൊളിറ്റിക്കൽ പേട്രണേജാണ് CPM അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഗുണ്ടകൾക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും. രാഷ്ട്രീയ രക്ഷാകർതൃത്വം CPM കൊടുക്കുന്നതാണ് ഈ ഗുണ്ടകൾ കഴിഞ്ഞാടാനുള്ള ഏറ്റവും വലിയ ധൈര്യം. ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന പോലീസിന് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. പോലീസിന്റെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. CPMന്റെ തണലിലാണ് ഗുണ്ടകൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളം പുറത്തുവിട്ടിരുന്നു. അത് തൃശൂരിൽ നടന്ന ഗുണ്ട പാർട്ടിയെക്കുറിച്ചായിരുന്നു. ആവേശം സിനിമയുടെ മോഡലിലാണ് ഗുണ്ട നേതാവ് അനൂപിനായിട്ട് ഗുണ്ട പാർട്ടി നടത്തിയത്. അനൂപിന്റെ ജയിൽ മോചനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ദൃശ്യത്തിൽ കാണുന്ന ഗുണ്ട പാർട്ടി തൃശൂരിൽ നടത്തിയത്. ഇപ്പോൾ ഇതിലും പോലീസ് ഉണർന്നു, പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ഈ പാർട്ടിയിൽ കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇത്തരം സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. അവിടെ കൊണ്ടുവന്ന സാധന സാമഗ്രികളൊക്കെ പോലീസ് പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണെന്നാണ് ഗുണ്ട നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് കഞ്ചാവ് കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഗുണ്ട പാർട്ടിയിൽ പങ്കെടുത്ത ആളുകളിൽ കഞ്ചാവ് കേസ് പ്രതികളും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നവമി ദിനേശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, ഇതിപ്പോൾ പോലീസിന് മുഖം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണല്ലോ ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിൽ. അവർ റീൽസുകൾ എടുക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു, എന്നിട്ട് പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. ഇപ്പോൾ എന്ത് പരിശോധനയാണ് ഇക്കാര്യത്തിൽ പോലീസ് നടത്തുന്നത്? മഞ്ജുഷ, എന്തായാലും റീൽസ് വൈറലായിട്ടും അന്വേഷണം നടത്താത്ത പോലീസ് വാർത്ത വൈറലായതിനു ശേഷം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത, അതായത് ഈ ഒരു ആവേശം മോഡൽ
ഒരു പാർട്ടിയിൽ പങ്കെടുത്ത ഇവരെ ആരൊക്കെയാണ്, ഇവർ ഏതൊക്കെ കേസിലെ പ്രതികളാണ്, കാപ്പ ചുമത്തപ്പെട്ട ആരെങ്കിലും ഈ റീൽസിൽ അല്ലെങ്കിൽ അന്നത്തെ പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതൊക്കെ പോലീസ് എന്തായാലും ഈ റീൽസ് പരിശോധിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ കഞ്ചാവ് കേസിലെ പ്രതിയും ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും നമുക്ക് പറയാനുള്ളത്, അന്ന് ഈ ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഈ ചടങ്ങ് നടക്കുമ്പോൾ എത്തിയ പോലീസ് അവിടെ പരിശോധിച്ചിട്ട് പോയ ഒരു അവസ്ഥയായിരുന്നു എന്ന് ഈ ഗുണ്ടാ തലവൻ അനൂപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ എന്തായാലും വീണ്ടും ഇതിലൊരു അന്വേഷണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലീസിന് സാഹചര്യം വന്ന് എത്തി നിൽക്കുകയാണ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നീക്കം. എന്തായാലും ഈ ആവേശം മോഡൽ എടാ മോനെ എന്നുള്ളൊരു മാസ് ഡയലോഗൊക്കെ ഇട്ട് ഗുണ്ടാ തലവൻ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ ഇത്രയും വൈറലായിട്ടും മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് നടപടിയെടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റ് കൊലക്കേസുകളിലെ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എന്നാലും അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതോടൊപ്പം ആ വിഷ്വലിൽ കാണുന്നത് പോലെ 2 ബോക്സുകളിലായി കൊണ്ടുവരുന്നത് മദ്യം തന്നെയാണോ, മദ്യമല്ല എന്നാണ് അനൂപ് വ്യക്തമാക്കിയത്. പക്ഷെ അത് മദ്യമാണോ, അവിടെ മദ്യ സൽക്കാരം നടന്നിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ അനൂപിനെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. ശരി തോമി, എന്തായാലും തുറസായ സ്ഥലത്താണ് ഇങ്ങനെ ഒരു സൽക്കാരം നടന്നത്. അതിൽ മദ്യം ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. പക്ഷേ പോലീസിന് അത് അന്ന് ബോധ്യമായില്ല എന്നത് മാത്രമേ ഉള്ളൂ. റീൽസുകളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചു. ന്യൂസ് 18 കേരളം ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിലും പോലീസ് ഉണർന്നത്. പരിശോധന വ്യാപകമാക്കിയിരിക്കുകയാണ് പോലീസ്. കാസർഗോഡും ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തി. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് ഈ സംഭവം. മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയപ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. നാട്ടുകാരുടെ തെരച്ചിലിൽ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ഉണ്ട്. ആദ്യം ചില പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ കേൾക്കാം. ഇന്നലെ 2:30 ശേഷം സംഭവം വിളിച്ചേ. കാരണം ഇന്നലെ അച്ഛനും അമ്മയുണ്ടായില്ല. അമ്മ ടൂർ പോയിട്ടില്ല. അച്ഛൻ സാധാരണ സിറ്റൗട്ടിലാണ് കിടക്കുക. അതിനുശേഷം അച്ഛൻ പശുവുണ്ട്, ഞങ്ങൾ 3-4 പശുവുണ്ട്. അച്ഛൻ 3 മണിക്ക് ശേഷം കറന്നതിന് ശേഷം ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തില്ല. അതിനുശേഷം കറന്നതിന് ശേഷം വരുമ്പോഴേക്ക് കുട്ടീനെ കാണുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടുമുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്ത് കുറേ നമ്മൾ നാട്ടുകാർ മൊത്തം പരിധി. അതിനുശേഷം ഒരു 5 മണിക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, ഇങ്ങനെ കുട്ടീനെ കൂടി ഉണ്ടെന്ന് വെച്ച്. അവൾ കാതിൽ കമ്മലും ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പരിക്കുണ്ട്, കഴുത്തിനും ഇതെല്ലാം പരിക്കുണ്ട്, കണ്ണിനും പരിക്കുണ്ട്. ആ സംഭവം ഇല്ല, ആർക്ക് പ്രത്യേകിച്ച് അറിയില്ല. അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് DYSP SP സാറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കുട്ടീനെ നോക്കി. കഴുത്തിന് ചെറിയ പരിക്കുണ്ട്, കഴുത്ത് പിടിച്ച് ഞെരിച്ചതിൻ്റെ കണ്ണിന് 2 പരിക്ക്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ചേരുകയാണ് കാസർഗോഡ് നിന്ന്. ബൈജു, പോലീസ് എന്തെങ്കിലും പുതിയ വിവരം നൽകുന്നുണ്ടോ? ആരായിരുന്നു ഇതിന് പിന്നിൽ? എന്തെങ്കിലും സൂചനയുണ്ടോ പോലീസിന്? മഞ്ജുഷേ, ഈ കുട്ടി നൽകിയ മൊഴിയാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ പ്രകൃതമുള്ള ഒരാൾ ഇന്നാണ് കുട്ടിയുടെ മൊഴി. എന്തായാലും കുട്ടിയുടെ ശാരീരികാവസ്ഥ കുറച്ച് മോശമാണ്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ ചെവിക്കും അതുപോലെ തന്നെ കഴുത്തിനുമൊക്കെ ബലം പ്രയോഗിച്ചതിനുള്ള വേദന ഈ കുട്ടിക്കുണ്ട്. കുട്ടി ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും ഈ കുട്ടിയെ ഉപദ്രവിക്കുക തന്നെയാണ് ഇയാളുടെ ലക്ഷ്യം എന്ന് ഏതായാലും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് വരാനുണ്ട്. ഏതൊക്കെ രീതിയിൽ ഉപദ്രവം ഉണ്ടായി എന്നത് സംബന്ധിച്ച് ആ മെഡിക്കൽ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇതിനൊരു വ്യക്തത വരൂ. എന്തായാലും വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. പുലർച്ചെ 2:30, അതായത് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന ഒരു 10ാം ക്ലാസ്സുകാരിയെ, അതും രക്ഷിതാക്കൾക്കൊപ്പം ഈ വല്യച്ഛന്റെ കൂടെയായിരുന്നു ഈ കുട്ടി കിടന്നിരുന്നത്. അവിടെ നിന്നും ഇത്തരത്തിൽ എടുത്തു കൊണ്ടുപോയി ഇത്തരത്തിൽ ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ വലിയ ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ്. കാസർഗോഡ് സമീപ കാലത്തൊന്നും കേൾക്കാത്ത രീതിയിലുള്ള ഒരു വാർത്ത. ഏതായാലും നാട് നടുങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാവിലെ ഉണർന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ സംഭവം
സംഭവം നാട്ടുകാർ അറിയുന്നത്. ഈ കുട്ടിയെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയി ഒരു 500 മീറ്റർ ദൂരം കൊണ്ടുപോയി ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് അവിടെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കുട്ടി തൊട്ടടുത്തൊരു വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കുകയും ആ വീട്ടുകാരോട് ഇത് പറയുകയും ചെയ്തതിനു ശേഷമാണ് രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ഈ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ കുട്ടി ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും DIG ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. DIG തോംസൺ ജോസ് അല്പസമയം മുമ്പ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഏതായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV, അതായത് സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ സ്ഥാപിച്ച CCTV ക്യാമറകളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഒപ്പം ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും എത്തി ഇത്തരത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അവിടെ നാട്ടുകാരനായ ആളായിരിക്കാം ഇത് ചെയ്തതെന്ന ഒരു നിഗമനവും പോലീസ് പറയുന്നുണ്ട്. സങ്കടകരമായ കാര്യം തന്നെയാണ്. 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയതിനു ശേഷം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. കാസർഗോഡാണ് ഈ സംഭവം നടന്നത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ഓൺലൈനായി ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ നിന്നാണ് യോഗത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലായിരുന്നതിനാൽ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നില്ല. സിംഗപ്പൂരിൽ നിന്ന് ഓൺലൈനായി ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് യാത്രയിൽ ചില മാറ്റം വരുത്തി. ഈ മാസം 22-ന് മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തും. ഇപ്പോൾ മുഖ്യമന്ത്രി ദുബായിലാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അതോടുകൂടി 2 ആഴ്ചയോടടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ സമരം തീർക്കുവാനുള്ള ചർച്ചകൾക്കും തുടക്കമാകും. ഇന്നാണ് ചർച്ച വെച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറാണ് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് നീട്ടിവെച്ചെങ്കിലും CITU ഒഴികെയുള്ള സംഘടനകൾ ഇപ്പോഴും സമരരംഗത്താണ്. പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെടുത്തുവാനും സമരക്കാർ മുന്നോട്ട് വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഇതേക്കുറിച്ച് ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ശക്തമാവുകയാണ് സമരം. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം തുടരുവാൻ തന്നെയാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. എറണാകുളം ജില്ലയിൽ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിട്ടുണ്ട്. വേങ്ങൂർ എന്ന സ്ഥലത്താണ് കൂടുതലായിട്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഊർജിത നീക്കങ്ങൾ ആരോഗ്യവകുപ്പ് തുടരുന്നുണ്ട്. അടിയന്തര ഇടപെടൽ തേടി വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യമന്ത്രിക്കും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P രാജീവിനും കത്ത് നൽകിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി നേരിട്ട് ഇവിടം സന്ദർശിക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം. ഓഫീസേഴ്സ് DMO അടക്കമുള്ള ആളുകൾ പറയുന്നു. പക്ഷെ അതിന്റെ നിർഭാഗ്യകരമായ സംഭവം അത് ഉൾക്കൊള്ളാൻ വാട്ടർ അതോറിറ്റിക്കാർ ഇതുവരെയും തയ്യാറാകുന്നില്ല. ഇന്നലെ ഞാനും MLA പഞ്ചായത്ത് പ്രതിനിധികളും ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളും ഒക്കെ കൂടിയ യോഗത്തിൽ വെച്ച് പോലും ഇതിന്റെ കാരണക്കാർ അവരാണെന്ന് സമ്മതിക്കാൻ അവർ വിസമ്മതിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും വ്യാപകമായി അസുഖം പടർന്നു പിടിക്കുമ്പോൾ ഇനി അത് പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധി ആദ്യം ആലോചിക്കണം. അതിന് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ വെള്ളം എടുക്കുന്ന പമ്പ് സ്ഥലത്ത് നിന്നുള്ള ക്ലോറിനൈസേഷൻ ശരിയാക്കണം. 2, ഈ പൈപ്പുകൾ 10-40 വർഷം പഴക്കമുള്ള പൈപ്പിലൂടെയാണ് വെള്ളം പോകുന്നത്. ആ പൈപ്പുകൾ പലയിടത്തും പൊട്ടി ആ വെള്ളം മലിനജലം വീണ്ടും ഈ പൈപ്പിലൂടെ പ്രവേശിക്കാൻ സാധ്യതയുണ്ടാകും. ആരോഗ്യ വകുപ്പാണ് ക്ലോറിനേഷൻ ചെയ്യാൻ ഇന്നലെ അവർക്ക് ക്ലാസ് എടുത്തുന്നു. വാട്ടർ അതോറിറ്റിയുടെ ആളുകൾക്ക് ജലം ക്ലോറിനേറ്റ് ചെയ്യുന്നേ. അവിടെ ഒരു കുളത്തിൽ നിന്നാണ്, ഒരു കിണറിൽ നിന്നാണ് ഈ വെള്ളം അടിച്ചെടുക്കുക. ഈ കിണറിലേക്ക് ഒട്ടേറെ സ്ഥലത്ത് വെള്ളം ഒഴുകി വരുന്നുണ്ട്. മഴ പെയ്ത് ഈ മോശപ്പെട്ട ജലം ഒഴുകി വന്നിട്ട് അത് കാണാനോ ക്ലോറിനേഷൻ നടത്താനോ ആ ഉദ്യോഗസ്ഥരോ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരോ തയ്യാറായില്ല. വേങ്ങൂർ പഞ്ചായത്തിൽ 185 പേരാണ് മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 45 പേർ ജില്ലയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അതിലൊരാൾ അഞ്ജന വെന്റിലേറ്ററിലാണ്. ഇപ്പോഴും ചികിത്സയ്ക്ക് തന്നെ 10 ലക്ഷം രൂപ ഇതിനോടകം ആകുകയും ചെയ്തു. ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ വലിയൊരു വീഴ്ചയാണ്. പക്ഷേ അതവർ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിലാകട്ടെ വലിയ തമാശയായിരുന്നു അവരുടെ ന്യായീകരണം കേട്ടപ്പോൾ തോന്നിയത്. അവർ പറയുന്നത് കൃത്യമായി ക്ലോറിനേഷൻ നടത്തി. ഈ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പുറത്തുനിന്ന് പഞ്ചായത്തിന് പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ടാകും. അവരിൽ നിന്നായിരിക്കും ഇവിടെയുള്ളവർക്ക് മഞ്ഞപ്പിത്തം രോഗം ബാധിച്ചത്. അതല്ല എങ്കിൽ ഈ വെള്ളം പോകുന്ന പൈപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിയിട്ടുണ്ടാകും. അതിൽ നിന്നായിരിക്കും രോഗബാധ കയറിയത് എന്നുള്ളൊരു വിചിത്രവാദമായിരുന്നു ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ പോലും എന്തുകൊണ്ടാണ് ഈ
പൈപ്പ് പൊട്ടിയത് പോലും വാട്ടർ അതോറിറ്റി അറിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കുന്നത്. പൈസ കൊടുത്ത് വിഷം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വേങ്ങൂർ പഞ്ചായത്തിലെ നാട്ടുകാരെ തള്ളിവിട്ട വാട്ടർ അതോറിറ്റിക്കെതിരെ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു കത്ത് ആരോഗ്യമന്ത്രിക്കും ഒപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവിനും അയച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ചികിത്സയിലുള്ളവർക്ക് വേണ്ട സഹായം ലഭ്യമാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പണം കൂടി നൽകണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം കൂടി നൽകണം. അടിയന്തരമായി ചികിത്സ എത്തുക, ഈ നിരീക്ഷണത്തിലുള്ളവരെ ഉൾപ്പെടെ ചികിത്സിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, അടിയന്തര സാഹചര്യത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പി രാജീവിനും കത്ത് നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത്. ഇപ്പൊ ICUവിൽ ക്രിട്ടിക്കലായി കിടക്കുന്ന രോഗികൾക്ക് ഒരു ദിവസം എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയുടെ മുകളിലാണ് അവർക്ക് ചെലവ് വരുന്നത്. ഇപ്പൊ സർക്കാർ ഹോസ്പിറ്റലാണെങ്കിലും അവർക്ക് പല ആവശ്യഘട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവർ നമ്മളോട് ബ്ലഡ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജ്, ലിസി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ രാജഗിരി, അതുപോലെ ഒരു കുഞ്ഞു മോനുണ്ട് നമുക്ക്, അത് അമൃത ഹോസ്പിറ്റലാണ് കിടക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ നല്ലൊരു തുക ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇവരെ ആശ്രയിക്കാനുള്ള ആ ഒരു മാർഗം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളാണ്. അപ്പൊ അവര് നമ്മളോടാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒരു സഹായിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ ഒരു ജനകീയ സമിതി വിളിച്ചു കൂട്ടുകയും അത് ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു മഞ്ഞപ്പിത്ത സഹായനിധി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഫെഡറൽ ബാങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ഉദ്യോഗസ്ഥൻ അനാസ്ഥ മൂലമാണോ ഇങ്ങനെയൊരു വീഴ്ച വന്നത്, ആ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങളത് ഇതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനായിട്ട് വകുപ്പ് മന്ത്രിയോടും അതുപോലെ തന്നെ ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മിനിസ്റ്ററോട് വരെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരുമായിട്ട് PE ആയിട്ടും ബന്ധപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഈ കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയ്ക്ക് ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല. അവരത് അംഗീകരിക്കാതെ ഇരിക്കുകയും അതിനെതിരെ ഒരു അന്വേഷണം എന്തായാലും അത്യാവശ്യമാണ്. അതിന് പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുടിക്കുന്നത്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം വിഷമാണെന്നറിഞ്ഞ് കുടിക്കേണ്ട, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ഒരു ഗതികെട്ട ഒരു ഇതിലാണ് ഈ പ്രദേശത്ത് മുഴുവൻ പൈപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന ജലസംഭരണിയിൽ നിന്നും വരുന്ന വെള്ളം കുടിച്ചാണ് 185 പേർക്ക് ഈ വലിയ രോഗബാധ, മഞ്ഞപ്പിത്തം എന്ന രോഗബാധ സ്ഥിരീകരിക്കാൻ ഇടയാക്കിയത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് എത്രമാത്രം മലിനമാണ് ഈ വെള്ളമെന്ന്. ഈ മഴവെള്ളമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഇതൊരു വയൽ പ്രദേശമാണ്. വയൽ പ്രദേശത്തിന്റെ നടുക്കാണ് ഇത്തരത്തിൽ വലിയൊരു സംഭരണി നിർമ്മിച്ചിരിക്കുന്നത്. ഈ സംഭരണി വൃത്തിയാക്കി, കഴിഞ്ഞ 2 മാസം മുൻപ് വൃത്തിയാക്കിയെന്ന് പഞ്ചായത്ത് പറയുന്നുണ്ട്. ഈ ജലസംഭരണിയിൽ നിന്നും ഈ കാണുന്ന ആ കെട്ടിടത്തിലേക്ക്, അവിടേക്കാണ് ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത്, അതായത് കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് അവിടേക്കാണ് എത്തുന്നത്. ആ സംഭരണിയിൽ നിന്നാണ് വിവിധ ഇടങ്ങളിലെ പൈപ്പുകളിലേക്ക്, വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സംഭരണിയിലെ ക്ലോറിനേഷൻ കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ഒരു നാടിനെ ആകെ തള്ളിവിട്ടതെന്ന് വളരെ വ്യക്തമാണ്. കാരണം എത്രമാത്രം മലിനമാണ് ഈ വെള്ളമെന്ന് നമുക്കിവിടെ വന്ന് കാണുമ്പോൾ തന്നെ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകും. മറ്റൊരു സംഗതി നോക്കുകയാണെങ്കിൽ, ഈ വരുന്ന വെള്ളം, അതായത് ഈ ജലസംഭരണിയിലേക്ക് സംഭരിക്കുന്ന ജലം, അതെവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ ഈ വയലിൽ നിന്നാണ്. വയലിൽ ബണ്ടുകൾ കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചാലുകളുണ്ട്. ഈ ചാലുകളിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇവിടെ സംഭരിക്കുന്നത്. ഈ സംഭരണിയിൽ നിന്നാണ് ക്ലോറിനേഷൻ പോലും നടക്കാതെ ഈ നേരിട്ട് ആളുകളിലേക്ക്, ഈ ജനങ്ങളിലേക്ക് ഈ കുടിവെള്ളം എത്തിയത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് എത്രമാത്രം അലംഭാവമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത്രയും മലിനമായ ജലം, ഒരു ക്ലോറിനേഷൻ പോലും നടത്താതെ ഈ ഇത്രയും രോഗബാധ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മറ്റാർക്കും ഉത്തരവാദിത്തമില്ല. അത് വാട്ടർ അതോറിറ്റിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവരെത്രമാത്രം ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറിയാൽ പോലും 3 പേരാണ് മരണത്തോട് മല്ലടിച്ച എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ദിവസവും ദിവസവേതനത്തിന് ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിലെ എത്രയോ ഗൃഹനാഥന്മാർ, വീട്ടമ്മമാരൊക്കെ വലിയ ദുരന്തത്തിലാണ്. അവർ വലിയൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിന് ഉത്തരവാദി വാട്ടർ അതോറിറ്റി മാത്രമാണ്. അത് അവരെത്ര ന്യായീകരിച്ചാലും, അവരുടെ ഈ ഒരു വാദം, അതായത് അവർക്ക് ഇതിന് ഉത്തരവാദിത്തമില്ല എന്ന് എത്രമാത്രം പറഞ്ഞാലും ഇതിന് ഉത്തരവാദി അവർ മാത്രമാണെന്ന് ഉറപ്പ്
ഉറപ്പാണ്. ഈ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ ഇവിടെ നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ രോഗബാധ ഉണ്ടായതെന്ന് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി ഇപ്പോഴും ആ ഒരു ന്യായീകരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും പഞ്ചായത്തിന്റെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് എല്ലാവർക്കും ഈ രോഗബാധയുള്ളവർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും വേണ്ട എല്ലാ സഹായങ്ങളും അടിയന്തരമായി തന്നെ എത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ നിൽക്കുന്നതിനാൽ സർക്കാരിന് സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമം കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ കളക്ടറടക്കം സ്ഥലത്തെത്തുകയും അടിയന്തരമായി ഇവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്തിൽ എങ്ങനെയാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത് എന്ന കാര്യം അന്വേഷിച്ച് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. നവമി ദിനേശ് കൃത്യമായ വിവരമാണ് നൽകിയത്. മലിനമായ ജലസ്രോതസ്സിൽ നിന്നും ജലസംഭരണിയിൽ നിന്നുമാണ് ഇങ്ങനെ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത്. ഇതിനുള്ള ഉത്തരവാദി വാട്ടർ അതോറിറ്റി തന്നെയാണ്. എറണാകുളം ജില്ലയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലും മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുകയാണ്. കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, എറണാകുളത്തിന് സമാനമായ രീതിയിൽ ഈ മലിനമായ ജലസ്രോതസ്സുകൾ ഇതാണോ ഈ രോഗത്തിന്റെ ഉറവിടമായി കാണിക്കുവാനുള്ളത് മലപ്പുറത്ത്? മഞ്ജുഷ, മലപ്പുറം ജില്ലയിൽ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിരുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളായിരുന്നു ഏറ്റവും അധികം രോഗികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഏകദേശം 1000-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. 3000-ഓളം പേർക്ക് സംശയം മഞ്ഞപ്പിത്തമുണ്ട് എന്ന സംശയം ആരോഗ്യവകുപ്പിനുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ മെയ് മാസം മുതൽ ഇതുവരേക്ക് 3 മരണങ്ങൾ ഈ മഞ്ഞപ്പിത്തം കാരണം ഉണ്ടായിട്ടുണ്ട്. ജനുവരി മുതൽ ഇതുവരേക്ക് 8 മരണങ്ങളും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ആരോഗ്യവകുപ്പ് കരുതുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോയവർ അവിടെ നിന്ന് മലിനമായ ജലം ഉപയോഗിച്ച് അവർക്ക് ഈ അസുഖം വരികയും അവരിലൂടെ ഇത് നാട്ടിൽ വ്യാപിക്കുകയും ചെയ്തു എന്നൊരു വിലയിരുത്തലാണ് പ്രാഥമികമായിട്ട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അധികം രോഗം ഉണ്ടായിരിക്കുന്നതും നിലമ്പൂർ മേഖലയിലാണ്. അതായത് തമിഴ്നാടിനോടും കർണാടകയോടും ഒക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്തു കൂടിയാണ്. എന്താണെങ്കിലും നിലവിൽ സ്ഥിതി ആശങ്കാജനകം അല്ല. അത്തരത്തിൽ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടായിരുന്നതിന്റെ അത്ര അസുഖം ഇപ്പോഴില്ല. 500-ലധികം പേർക്ക് ഇപ്പോഴും ചികിത്സ നൽകുന്ന സാഹചര്യമുണ്ടെങ്കിലും ഇതൊരു ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. അതായത് അസുഖം കുറഞ്ഞു വരുന്ന ഒരു നിലയിലാണ് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തലുള്ളത്. പക്ഷേ മഴക്കാലം വരുന്നതിന്റെ മുന്നോടിയായിട്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ജില്ലയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വേനൽക്കാലമായതുകൊണ്ട് തന്നെ കുടിവെള്ള വിതരണത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും കൃത്യമായി ശുദ്ധമായ ജലമാണ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാണെങ്കിലും നിലവിൽ സ്ഥിതി ആശങ്കാജനകമല്ല. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുൻപ് ഊർജിതമാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ മഴക്കാലത്ത് സാധാരണ ഉണ്ടാകാറുള്ള മറ്റു അസുഖങ്ങൾക്കൊപ്പം മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുമോ എന്ന ആശങ്ക എറണാകുളത്തും മലപ്പുറത്തും മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും തൃശൂർ ജില്ലയിലും മഞ്ഞപ്പിത്തം പല മേഖലകളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം. രാജ്യസഭാ സീറ്റ് LDF-ൽ നിന്നാൽ ജോസ് കെ മാണിക്ക് കിട്ടില്ല, ഇതാണ് കോൺഗ്രസ് പറയുന്നത്. ഘടകകക്ഷികൾക്ക് പിന്തുണ നൽകാത്തതാണ് CPM-ന്റെ ചരിത്രമെന്നും വീക്ഷണത്തിൽ പറയുന്നുണ്ട്. എന്നാൽ വീക്ഷണത്തിലെ എഡിറ്റോറിയൽ പരാമർശത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി ചർച്ച നടത്തുന്നതിനു വേണ്ടി ആരെയും നിയോഗിച്ചിട്ടില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ അവസ്ഥയാണ് കേരള കോൺഗ്രസിന് എന്ന ആമുഖത്തോടെയാണ് വീക്ഷണം പത്രത്തിൽ ആ മുഖപത്രം ആരംഭിക്കുന്നത്. അതിൽ തന്നെ വേദന ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ LDF-ന്റെ ഭാഗത്ത് നിന്ന് CPM-ന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ കേരള കോൺഗ്രസിലുണ്ടായിട്ടും ജോസ് കെ മാണിയുടെ സംസ്ഥാന മന്ത്രിയാകാനുള്ള അത്യാർത്ഥിയാണ് പാർട്ടി പുലർത്തി അവരെ ഇടത് പാളയത്തിൽ എത്തിച്ചത് എന്ന വിമർശനവുമുണ്ട്. ഒരേ സമയം തല്ലും തലോടലുമായാണ് ഈ ലേഖനം പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ പ്രാതിനിധ്യം ഇല്ലാത്ത അവസ്ഥ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലേഖനം അവസാനിക്കുന്നിടത്താണ്
കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇനിയും കടന്നുവരാൻ അവസരമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ നേതാക്കൾ ഒന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല, അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ ആരെയും നിയോഗിച്ചിട്ടുമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചതെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല, അത് കോൺഗ്രസിന്റെയോ UDFന്റെയോ ഔദ്യോഗികമായ ഒരു ആവശ്യമല്ല. ഞങ്ങൾ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്യണം, അതിനുശേഷം UDF ചർച്ച ചെയ്യണം, എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യായിരുന്നു. ഇപ്പോൾ അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. +1 സീറ്റ് വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. കൂടുതൽ ബാച്ച് എന്ന ആവശ്യം പരിഗണിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത്. 18-ന് കോഴിക്കോട് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയാകും പ്രക്ഷോഭ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുന്നത്. വീടുകളിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നിലവിലെ നെറ്റ് മീറ്ററിംഗ് രീതിക്ക് പകരം ഗ്രോസ് മീറ്ററിംഗ് എന്ന രീതിയിലേക്ക് ബില്ലിംഗ് സമ്പ്രദായം മാറ്റാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. അത്തരം ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും പൊതു തെളിവെടുപ്പിൽ കമ്മീഷൻ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ സുതാര്യമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നുമാണ് തെളിവെടുപ്പ് നടക്കുമ്പോൾ എത്തിയ സോളാർ വൈദ്യുതി ഉൽപ്പാദകർ ആവശ്യപ്പെട്ടത്. റിന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് 2ാം ഭേദഗതി റെഗുലേഷന്റെ കരടിന്മേലാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് സിറ്റിംഗ് നടത്തുന്നത്. ആ സിറ്റിംഗിലാണ് ഉപഭോക്താക്കൾ, പുരപ്പുറ സോളാർ വൈദ്യുതി ഉപഭോക്താക്കൾ ആശങ്കയുമായി എത്തിയത്. മീറ്ററിംഗ് സമ്പ്രദായം മാറുന്നുവെന്ന ആശങ്ക, അത് വളരെ സുതാര്യമായ കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ ആളുകളെ ഒരു കരാറിൽ ഒപ്പിടുകയും അതിനുശേഷം നിലപാട് മാറ്റുകയും നയം മാറ്റുകയും ചെയ്യുന്നത് വഞ്ചന എന്ന ഒരു പൊതു അഭിപ്രായമാണ് ഇന്നത്തെ സിറ്റിംഗിൽ ഉണ്ടായത്. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനും റെഗുലേറ്ററി കമ്മീഷനും ഈ നാട്ടിലെ ജനങ്ങളോടൊരു ബാധ്യതയില്ലേ? ആ ബാധ്യത ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാനല്ലേ? ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി പിടിപ്പിച്ച് ഞങ്ങളെ പറ്റിക്കുന്ന പരിപാടി ദയവ് ചെയ്ത് റെഗുലേറ്ററി കമ്മീഷനിന് തടയിടണം. ഈ ക്ലോസ്, ഈ അമെന്റ്മെന്റ് അഡീഷൻ പൂർണ്ണമായി മാറ്റണം. ഞങ്ങളോട് നീതി കാണിക്കണം. ഞാനൊരു പ്രവാസിയാണ്. പ്രവാസ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ കുറെ ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടായിരുന്നു. അത് ഒരു കാര്യം ഞങ്ങൾ പറയുകയും അത് സ്വീകരിച്ച് എഴുതി വെക്കുകയും ചെയ്തിട്ട് പിന്നെ എല്ലാവരും അങ്ങ് പോയി കഴിയുമ്പോൾ മറ്റേ പണി കാണിക്കുന്ന പണി ഞങ്ങളോട് കാണിക്കുന്നത്. ഇത് സ്വാതന്ത്ര്യ രാജ്യമാണ്. കേരളത്തിന് സ്വാതന്ത്ര്യം വേണം. മാത്രമല്ല മലയാളത്തിലുള്ള ഡയലോഗുകൾ മാത്രം ഞങ്ങൾക്ക് വേണ്ടി മതി. ബ്രിട്ടീഷുകാരന് പോലും വേണ്ടാത്ത ഇംഗ്ലീഷ് ഞങ്ങൾക്ക് വേണ്ട. മലയാളത്തിൽ വ്യക്തമായിട്ട് എഴുതി ഞങ്ങൾക്ക് തരണം. എന്നാൽ നെറ്റ് ബില്ലിംഗിന് പകരം ഗ്രോസ് ബില്ലിംഗിലേക്ക് പോകാൻ തീരുമാനിച്ചില്ലെന്ന വിശദീകരണമാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇന്നത്തെ തെളിവെടുപ്പിൽ നൽകിയത്. ചില മാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ വന്നു, അത് ശരിയല്ല എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തവരെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ നിലപാട്. ഇന്നത്തെ ഹിയറിംഗിൽ അക്കാര്യം പരിഗണിക്കുന്നുമില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷൻ യോഗത്തിൽ ഹിയറിംഗിൽ വ്യക്തമാക്കി. KCBയും ഇത്തരമൊരു ബില്ലിംഗ് സമ്പ്രദായത്തിലെ മാറ്റമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിച്ചാൽ തന്നെയും വിശദമായ തെളിവെടുപ്പ് KCBയുടെ ഭാഗത്തുണ്ടാകും. അത് പിന്നീട് പൊതുജനങ്ങളെ ഹിയർ ചെയ്ത ശേഷം മാത്രമേ ആ കാര്യങ്ങളിലേക്ക് കടക്കുകയെന്നും റെഗുലേറ്ററി കമ്മീഷൻ യോഗത്തിൽ വ്യക്തമാക്കി. ഞങ്ങളൊരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള നിലയിൽ പൊതുജനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ, കൺസ്യൂമേഴ്സ്, അങ്ങനെയുള്ള ആളുകളോട് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇനി അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ തുറന്നു പറയും. എന്നിട്ട് നിങ്ങളുടെ ചർച്ച കേട്ടിട്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കും. അതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബില്ലിംഗ് സംവിധാനത്തിൽ വലിയ മാറ്റം വരുന്നുവെന്നും വലിയ തുക പുരപ്പുറ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പോലും വലിയ തുക ബില്ലായി വരുന്നുവെന്ന ആശങ്കയാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധം ഈ യോഗത്തിൽ ഉപഭോക്താക്കൾ അറിയിച്ചത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് യോഗം നടത്തിയപ്പോഴും ഇത്തരത്തിൽ ഈ ഉപഭോക്താക്കൾ ഇത്തരം പ്രതിഷേധവുമായി എത്തിയത്. അന്ന് അതുകൊണ്ട് തന്നെ ഹിയറിംഗ് പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വീണ്ടും ഒരു ഹിയറിംഗ് വച്ചത്. ഏതായാലും ഇപ്പോഴും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒരു തരത്തിലുള്ള ഇരട്ടത്താപം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ ഒന്നും ചെയ്യില്ലെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ഉപഭോക്താക്കളുടെ ആശങ്ക അതേപടി തുടരുകയാണ്. ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയതിലും ഉടമയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിലും ഇപ്പോൾ ഡൽഹി പോലീസിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. ന്യൂസ് ക്ലിക്കിന്റെ ഉടമ പ്രബീർ പുരകാസ്തയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്.
പ്രബീറിനെ ഉടൻ വിട്ടയക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഐഷത്തുൽ ഷംന ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഇപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്ടോബർ മുതൽ പ്രബീർ ജയിലിലാണ്. ഇതിൽ UAPA ചുമത്തിയതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ അനധികൃതമായാണ് UAPA ചുമത്തലെന്നാണോ പറഞ്ഞിട്ടുള്ളത്? രാജ്യത്തിന്റെ പരമാധികാരം തകർക്കാൻ ചൈനയിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് ആരോപിച്ച് 2023 ഒക്ടോബർ 3-നാണ് ന്യൂസ് ക്ലിക്ക് മേധാവി പ്രബീർ പുരകായസ്ഥയെയും അതുപോലെ HR മേധാവി അമിത് ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് FIR-ൽ അടക്കം ഉന്നയിച്ചിരുന്നത്. കാശ്മീരിനെ ഒഴിവാക്കി ഇന്ത്യയുടെ ഭൂപടം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, ഇതിനായി 115 കോടിയിലധികം രൂപ കൈപ്പറ്റി എന്നതടക്കമുള്ള ആരോപണങ്ങൾ FIR-ൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ UAPA അടക്കം ചുമത്തിയ ഈ ഒരു കേസിലാണ് ഇപ്പോൾ ഡൽഹി പോലീസിന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിൽ ജസ്റ്റിസ് BR ഗവായ്, സന്ദീപ് മേത്ത തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഇക്കാര്യം നിരീക്ഷിച്ചത്. റിമാൻഡ് അപേക്ഷയുടെ പകർപ്പ് അഭിഭാഷകനോ അപ്പീലുകാരനോ ലഭിച്ചിട്ടില്ല. ഇത് സ്വാഭാവികമായ നീതിയുടെ നിഷേധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതുകൊണ്ട് അറസ്റ്റ് നടപടിയിലുണ്ടായ ഈ വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അങ്ങനെ ഇത്തരത്തിലാണ് കോടതി പ്രബീർ പുരകായസ്ഥയെ ഉടനടി വിട്ടയക്കണമെന്ന് നിർദ്ദേശിച്ചത്. മുൻപ് മെയ് 1-നാണ് കേസ് കോടതി പരിഗണിച്ചിരുന്നത്. അന്ന് ഇത്തരത്തിൽ അതിവേഗം മജിസ്ട്രേറ്റിന് മുമ്പിൽ പുരകായസ്ഥയെ ഹാജരാക്കിയ ഒരു നടപടിയെ കോടതി ചോദ്യം ചെയ്തിരുന്നു. തിടുക്കപ്പെട്ട് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് അന്ന് ഹാജരാക്കിയത്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഹാജരാക്കുന്നത്? അതുപോലെ റിമാൻഡ് പോലീസ് അത്തരം കാര്യങ്ങൾ കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അഭിഭാഷകന് ഒരു തരത്തിലുള്ള അഭിഭാഷകൻ എത്തുന്നതിന് മുൻപായാണ് റിമാൻഡ് ഉത്തരവ് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് അഭിഭാഷകനെ മുൻകൂട്ടി അറിയിച്ചില്ല എന്നതടക്കം കോടതി ചോദിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു അറസ്റ്റ് നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു കോടതി ഉത്തരവ് വരുമ്പോൾ, കോടതി നിർദ്ദേശം വരുമ്പോൾ അത് ഡൽഹി പോലീസിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ശരിയാണ് ഷംന. എന്തായാലും ഡൽഹി പോലീസിന് ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടിയാണ്. 6 മാസമായി പ്രബീർ പുരകായസ്ഥ ജയിലിലാണ്. ഉടൻ തന്നെ പ്രബീറിനെ മോചിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിലാണ്. മെയ് 20-ന് നടക്കുന്ന മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി മുംബൈയിലെത്തുന്നത്. വൈകിട്ട് മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. കൂടാതെ നാസിക്കിലും കല്യാണിലും 2 പ്രചാരണ റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5590, പവന് 44,720. വെള്ളി ഗ്രാമിന് 91, കിലോയ്ക്ക് 91,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി മൂന്നാറിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. വഴിയോരങ്ങളിൽ അഴക് വിരിയിച്ചു നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങൾ മനോഹര കാഴ്ചയാണ് മൂന്നാറിൽ. ജക്രാന്ത പൂക്കൾ തീർത്ത വയലറ്റ് വസന്തം പടിയിറങ്ങിയതിന് പിന്നാലെയാണ് ചുവപ്പ് വസന്തം മൂന്നാറിൽ എത്തിയിരിക്കുന്നത്. ഈ വാർത്തയോടെ പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. പച്ചപ്പിന് നടുവിൽ ചുവപ്പ് വിരിച്ച് ഗുൽമോഹർ. മൂന്നാറിലെ താഴ്വരകൾ മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. അവധിക്കാലമായതോടെ ഒരുപാട് സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. ചുവപ്പിന് പുറമെ മഞ്ഞ, വയലറ്റ് നിറങ്ങളിലുള്ള പൂക്കളുമുണ്ട്. മഴ പെയ്തു തുടങ്ങുന്നതോടെ പൂക്കൾ കൊഴിയും. പാതയോരത്തെ ഗുൽമോഹർ മരങ്ങളുടെ തണലിൽ വിശ്രമിച്ചും ചിത്രങ്ങൾ പകർത്തിയും മനം നിറഞ്ഞാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ മടങ്ങുന്നത്. ന്യൂസ് 18 മൂന്നാർ.